നമസ്കാരം. നമുക്കൊരു സന്ധിയിൽ വേദന വന്നു, അല്ലെങ്കിൽ ഒരു മുട്ടിന് നീര് വെച്ചു, നടുവിന് ഭയങ്കര വേദനയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട സംശയം, അത് റുമറ്റോളജിസ്റ്റിനെയാണോ കാണേണ്ടത്, അത് ഓർത്തോപീഡീഷ്യൻസിനെയാണോ കാണേണ്ടത്? അപ്പോൾ ആദ്യം റുമറ്റോളജി ഓർത്തോപീഡിക്സ് എന്താ നമ്മൾ മനസ്സിലാക്കണം. ഓർത്തോപീഡീഷ്യൻസ് എന്ന് പറയുന്നത് എല്ലുകൾക്കും സന്ധികൾക്കും ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സാണ്. അതേസമയം റുമറ്റോളജിസ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും മരുന്നുകൾ കൊണ്ടും ഇഞ്ചക്ഷൻസ് കൊണ്ടും അസുഖം ട്രീറ്റ് ചെയ്യുന്നവരാണ്. ആർത്രൈറ്റിസും അതുപോലെയുള്ള കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ ജോയിൻസിന് മരുന്നുകൾ കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നത് റുമറ്റോളജിസ്റ്റും, അതേസമയം ഓപ്പറേറ്റ് ചെയ്യുകയോ അങ്ങനെ സർജിക്കൽ ഇൻ്റർവെൻഷൻസ് വേണ്ടി വരുമ്പോൾ ചെയ്യുന്നത്, പ്ലാസ്റ്റർ ഇടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓർത്തോപീഡീഷ്യൻസുമാണ്. അപ്പോൾ എപ്പോഴാണ് നമ്മളിത് എങ്ങനെയാണ് കാണേണ്ടതെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഒരു മുട്ടിനോ അല്ലെങ്കിൽ മുട്ടിന് താഴെ ചെറിയ ഫ്രാക്ചർ ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ മെനിസ്കൽ ടയർ വന്നിരിക്കാം, എല്ലുകൾക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ഓർത്തോപീഡീഷ്യൻസിനെയാണ് നമ്മൾ കാണേണ്ടത്. പക്ഷേ ഒന്നുമില്ല, പെട്ടെന്നൊരു ദിവസം എഴുന്നേറ്റപ്പോൾ മുട്ടിന് വേദന വന്നു, നടന്നുകൊണ്ടിരിക്കുക, മുട്ട് നടക്കുമ്പോൾ വേദനയുണ്ട്, മുട്ട് നടക്കാൻ വയ്യ, പടി കയറാൻ വയ്യ, അങ്ങനെയുള്ള പ്രശ്നമാണ് പലപ്പോഴും ആർത്രൈറ്റിസിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും വരുന്നത്. ഒരു ട്രോമയോ വേറൊരു ഇഞ്ചുറിയോ ഒന്നും ഇല്ലാതെ ഒരു ജോയിൻറ്റിനോ അല്ലെങ്കിൽ സന്ധികൾക്കോ അവിടെ എവിടെയെങ്കിലും നടുവിനോ ഒക്കെ വേദന വരുമ്പോൾ അത് പലപ്പോഴും റുമറ്റോളജിക്കൽ ഇൽനെസ്സിൻ്റെ അല്ലെങ്കിൽ വാദങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷനായിട്ട് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് റുമറ്റോളജിസ്റ്റിനെയാണ് കാണുന്നത്. പലപ്പോഴും റുമറ്റോളജിസ്റ്റിനെ കണ്ടു കഴിയുമ്പോൾ അവർ ടെസ്റ്റ് നടത്തി മെഡിക്കലി ഇത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പലപ്പോഴും ഓർത്തോപെഡിക് കൺസൾട്ടേഷൻ പിന്നെ വിടാറുണ്ട്. ചിലപ്പോൾ സർജിക്കൽ റുമറ്റോളജിസ്റ്റ് കണ്ട് മരുന്നല്ല വേണ്ടത്, സർജറി ആണെങ്കിൽ അത് സജസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ബ്രോഡായിട്ട് നമ്മൾ പറയുമ്പോൾ സർജറിക്കൽ ഒരു വേണ്ട കണ്ടീഷനാണ് പലപ്പോഴും ഓർത്തോപെഡീഷ്യൻസിനെ നമ്മൾ കാണുന്നത്. സർജറി വേണ്ടാത്ത മെഡിക്കൽ മാനേജ്മെൻറ്റ് വരുന്ന കണ്ടീഷനാണെങ്കിൽ അത് റുമറ്റോളജിസ്റ്റിനെയാണ് കാണുന്നത്.